നമസ്തേ. കോഴിക്കോട് കാക്കൂരിൽ കെമിക്കൽ ഉപയോഗിച്ച പശുക്കളെ പൊള്ളലേൽപ്പിച്ച ക്രൂരത നാം കണ്ടു. ആ സംഭവത്തിൽ അയൽവാസികളായ 3 പേർക്കെതിരെയാണ് കാക്കൂർ പോലീസ് കേസെടുത്തത്. അതെടുത്ത പ്രതികളുടെ പേര് നിങ്ങൾ ശ്രദ്ധിക്കണം. ജുനൈസ്, അജ്മൽ, ഷമീർ. കാക്കൂർ സ്വദേശിയായ ഡാനിഷ് എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഈ ഫാമിലെ 7 പശുക്കളോടാണ് ഈ ക്രിമിനൽസ് ഈ കൊടും ക്രൂരത ചെയ്തത്. സംഭവം വാർത്തയായി ഏവരും അറിഞ്ഞു കാണും. ഫാമിൽ നിന്ന് ദുർഗന്ധം വരുന്നതായും മാലിന്യം ഒലിച്ചിറങ്ങി കിണറുകൾ മലിനമാകുന്നതായും ആരോപിച്ചായിരുന്നു ഇവരുടെ ഈ പ്രകടനമത്രയും. എന്നാൽ ആരോഗ്യ വകുപ്പ് അധികൃതർ വന്ന് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ഇത്രയും വൃത്തിയുള്ളതും മലിനീകരണ നിയന്ത്രണ സംവിധാനമുള്ളതുമായ തൊഴുത്ത് വേറെ കണ്ടിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പോലും സാക്ഷ്യപ്പെടുത്തിയത് എന്നോർക്കണം. എന്നാൽ അതിനു പിന്നാലെയാണ് ഈ ക്രൂരത നടന്നത്. പിന്നെ ഇവിടെ നാം എടുത്തു പറയേണ്ടത്, രാവിലെ വളരെ മൃദുവായ ശബ്ദത്തിൽ വെങ്കടേശ്വര സുപ്രഭാതം ഇവിടെ എന്നും വയ്ക്കാറുണ്ടായിരുന്നു. അതിനെ ചൊല്ലിയാണ് ഈ മൊല്ലാക്കമാർ വഴക്കിന് തുടക്കം കുറിക്കുന്നത് എന്നോർക്കണം. അപ്പോൾ സത്യത്തിൽ വെങ്കടേശ്വര സുപ്രഭാതമാണോ, പശുത്തൊഴുത്താണോ, അതോ പശുക്കളാണോ? എന്ത് കാരണത്താലാണ് കോഴിക്കോട് കാക്കൂരിലെ ഡാനിഷിന്റെ പശുത്തൊഴുത്തിലെ 7 പശുക്കളുടെ ശരീരത്തിൽ ജുനൈസ്, അജ്മൽ, ഷമീർ എന്നിവർ കെമിക്കൽ എറിഞ്ഞ് പൊള്ളലേൽപ്പിച്ചത്, ഈ കൊടും ക്രൂരത ചെയ്തത്? അതിരാവിലെ പശുത്തൊഴുത്തിൽ വളരെ മൃദുവായ ശബ്ദത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെങ്കടേശ്വര സുപ്രഭാതം വയ്ക്കാറുണ്ട് എന്നും അതിനെ ചൊല്ലിയാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നും ഈ പശു ഫാമിന്റെ ഉടമ തന്നെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നീട് അത് മാറി തൊഴുത്തിൽ മാലിന്യമുണ്ട് എന്നും അവ പരിസര മലിനീകരണവും കിണറുകളെ നാശമാക്കുന്നുണ്ട് എന്നുമായി അടുത്ത പരാതി. ഓർക്കണം. പിന്നെ ആരോഗ്യ വകുപ്പ് അധികൃതർ വന്ന പരിശോധനയ്ക്ക് എത്തിയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും വൃത്തിയുള്ളതും മലിനീകരണ നിയന്ത്രണ സംവിധാനമുള്ളതുമായ തൊഴുത്ത് കണ്ടിട്ടില്ല എന്നാണ് ആ ഉദ്യോഗസ്ഥർ പോലും അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തി പോയത്. അപ്പോൾ പിന്നെ യഥാർത്ഥ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എന്തായിരുന്നു? രാവിലെ മൃദുശബ്ദത്തിൽ പശുത്തൊഴുത്തിൽ ഉയരുന്ന വെങ്കടേശ്വര സുപ്രഭാതമാണോ? അതുമല്ല ഇനി ആ പാവപ്പെട്ട പശുക്കളാണോ? അതുമല്ല സ്വന്തം മനസ്സിലുള്ള ഇവന്മാരുടെയൊക്കെ മാലിന്യമാണോ എന്നത് ഈ മിണ്ടാപ്രാണികളുടെ ശരീരത്തിൽ കെമിക്കൽ വിതറി ക്രൂരമായി പൊള്ളലേൽപ്പിച്ച ജുനൈസും അജ്മലും ഷമീറും പറയുക തന്നെ വേണം. ഈ പ്രതികളുടെ പേര് ഞാൻ എടുത്തു പറയും: ജുനൈസ്, അജ്മൽ, ഷമീർ.